CJP പ്രതിഷേധത്തെ തുടർന്ന് ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകളാണ് രാവിലെ ഡൽഹി മെട്രോ അടച്ചത്. ഞാനുള്ളത് മണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷനിലാണ്. ഈ മണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷനിൽ നിരവധി ആളുകൾ ഇതിനുള്ളിലുണ്ടായിരുന്നു. നേരത്തെ ഇത് പൂർണ്ണമായും അടച്ചതിനാൽ ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ അകത്തുണ്ടായിരുന്ന യാത്രക്കാരെ പുറത്തേക്ക് കടത്തിവിടുന്നുണ്ട്. എന്നാൽ പുറത്തുനിന്ന് ആർക്കും അകത്തേക്ക് കടക്കാനായി സാധിക്കില്ല. കേന്ദ്രസേനയെ ഉൾപ്പെടെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ നിയന്ത്രണത്തിൽ ഉൾപ്പെടെ ആണിപ്പോൾ ഈ മെട്രോ സ്റ്റേഷനുകൾ ഉള്ളത്. 16 സ്റ്റേഷനുകളാണ് ഇന്ന് രാവിലെ മുതൽ അടച്ചത്. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഡൽഹി മെട്രോയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. CISF ആണ് മെട്രോ സ്റ്റേഷന്റെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്നത്. അവരാണ് ഇപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ പൂർണ്ണമായും അടക്കുകയും പുറത്തു നിന്ന് ആർക്കും, അതായത് ഈ മെട്രോയിലേക്ക് പ്രവേശിക്കാൻ ആർക്കും സാധിക്കില്ല. മറ്റിടങ്ങളിൽ നിന്ന് വന്ന് ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാനായിട്ട് സ്റ്റേഷനിൽ നിന്നിരുന്ന ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. അതും ആളുകളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് പുറത്തേക്ക് കടത്തിവിടാനായിട്ട് തീരുമാനിച്ചത്. ഏകദേശം അരമണിക്കൂറിലധികം യാത്രക്കാർ ഈ മെട്രോ സ്റ്റേഷനുള്ളിൽ പ്രതിഷേധിച്ചിരുന്നു. കാരണം തങ്ങളെ പുറത്തേക്ക് കടത്തിവിടണം, സഞ്ചാര സ്വാതന്ത്ര്യത്തെ എന്തിനാണ് തടയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ മെട്രോ സ്റ്റേഷനുള്ളിൽ വലിയ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ മുഴക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് അകത്തുണ്ടായിരുന്ന ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. അതേസമയം ഈ പുറത്തുനിന്ന് നിരവധി ആളുകൾ മെട്രോയിലേക്ക് പ്രവേശിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവരെ CSF കടത്തിവിടുന്നില്ല, മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇവിടെ മെട്രോ നിർത്തില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ലോക് കല്യാൺ മാർഗിലെയും ഉൾപ്പെടെ 16 മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചിരിക്കുന്നത്. ജന്തർ മന്ദറിന് സമീപത്തുള്ള സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനും രാജീവ് ചൗക്കും പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷനും ഉൾപ്പെടെയാണ് ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷം അടച്ചത്. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് സർക്കാരും അതോടൊപ്പം തന്നെ ഡൽഹി മെട്രോയും അറിയിച്ചിരിക്കുന്നത്. കാരണം നിരവധി ആളുകളാണ് ഈ മെട്രോ സ്റ്റേഷൻ വഴി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്നത്. അതുകൊണ്ട് അവരുടെ വരവ് കുറക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഈ മെട്രോ മാത്രം തടഞ്ഞത് കൊണ്ട് മാത്രം ആ പ്രതിഷേധക്കാരെ തടയാനായി സാധിക്കില്ല. മറ്റു മാർഗങ്ങളിലൂടെ അവർക്ക് എത്താനായി സാധിക്കുമെന്ന് ഇപ്പോൾ CJP അറിയിച്ചിട്ടുണ്ട്. ഓട്ടോയിലൂടെയും ബസ്സിലൂടെയും അതോടൊപ്പം തന്നെ മറ്റു മാർഗങ്ങളിലൂടെയും എല്ലാം അവർക്ക് ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് സർക്കാർ ഈ പ്രതിഷേധത്തെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ അതൊന്നും വിജയം കാണില്ല, എല്ലാം പരാജയപ്പെടും. ആളുകൾ നടന്നാണെങ്കിൽ പോലും തങ്ങളുടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തുമെന്നാണ് CJP അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഇനിയും വ്യാപകമായി മുന്നോട്ട് പോകും. കനത്ത പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുകൊണ്ട് ഉയരും. ഇന്നും ആരോഗ്യമന്ത്രി JP നദ്ദയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ഈ CJP നേതാക്കളുമായിട്ടൊരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിലും ഇവരുടെ പ്രധാന ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ആ രാജിയില്ലാതെ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഈ നിരവധി ആളുകൾ ഇപ്പോഴും യാത്ര ചെയ്യാനായിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അകത്തുണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യമാണ്. അവർ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. വലിയ പ്രതിഷേധം ഈ മെട്രോ സ്റ്റേഷനകത്ത് അവർ ബഹളം വെച്ചിരുന്നു. തങ്ങളെ പുറത്തേക്ക് അയക്കണം, തങ്ങൾക്ക് വിവിധ ഇടങ്ങളിലേക്ക് പോകേണ്ടതാണ്, വിവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് ഡൽഹിയിലെത്തിയത്. അതുകൊണ്ട് തങ്ങളെ എത്രയും വേഗം ഇവിടെ നിന്ന് വിട്ടയക്കണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടു. മെട്രോ സ്റ്റേഷനുകളിൽ മുദ്രാവാക്യം മുഴക്കി. ഇതിനെ തുടർന്നാണ് ഇവരെ ഇപ്പോൾ പുറത്തിറക്കാനായിട്ട് CSF തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം അകത്തു നിന്നാരേത് പുറത്തു നിന്നാരെയും അകത്തേക്ക് കയറ്റില്ല. തുറന്നിരിക്കുന്ന നിലവിൽ പ്രവർത്തിക്കുന്ന മറ്റു ചില മെട്രോ സ്റ്റേഷനുകളുണ്ട് ഇതിൻ്റെ പരിസരത്തായിട്ട്. അവിടങ്ങളിൽ പോകണം, അവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസും സർക്കാരും അതോടൊപ്പം തന്നെ ഡൽഹി മെട്രോയും എല്ലാം അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ക്രമസമാധാനത്തിനായിട്ട് ഇതിൻ്റെ പരിസരത്തായിട്ട് കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ചുമതലകൾ CSFനാണ്. അതുകൊണ്ട് അവരാണ് ഇതിൻ്റെ കവാടത്തിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്തും പുറത്തുമെല്ലാം CSF ഉണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് നിലവിൽ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഇനിയും ആളുകൾ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ CSFനെ ഉൾപ്പെടെ ഈ മെട്രോ സ്റ്റേഷനുകളുടെ സമീപത്തായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. 16 സ്റ്റേഷനുകൾ നിലവിൽ പൂട്ടിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ കൂടുതൽ മെട്രോ സ്റ്റേഷനുകൾ അടക്കാനുള്ളൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഡൽഹി മെട്രോക്ക് നൽകും. അമൽ ജോണിനോടൊപ്പം തൗഫീഖ് അസ്ലാം, മീഡിയ 1 ഡൽഹി.